പക്ഷെ ഇംഗ്ലണ്ടിനെതിരെ അവർ അറ്റാക്കിംഗ് ആയിരുന്നു അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. അതിൽ തുടക്കം തന്നെ 10 മിനിറ്റിനുള്ളിൽ തന്നെ അവർ ലീഡ് വാങ്ങുന്നു. 75 മിനിറ്റോളം ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് നിർത്താൻ അവരെ കൊണ്ട് സാധിക്കുന്നു. പിന്നീടാണ് ഹാരി കെയിൻ്റെ 2 ഗോൾ വരുന്നത്. അത് ശരിക്കും നമ്മൾ ഈ എന്താ പറയുക, ഒരു വേട്ടക്കാരൻ്റെ കൗശലം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് കെയിൻ്റെ ഗോളുകൾ വരുന്നത്. ഒന്ന് നല്ലൊരു ഹെഡറായിരുന്നു, പൊസിഷൻ മാറി കളിച്ചുകൊണ്ട് പിടിച്ചൊരു ഹെഡർ. അതിൽ തന്നെ തുഷേലിൻ്റെ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്ത് പറയണം. ആൻ്റണി ഗോർഡനെ കൃത്യസമയത്ത് അദ്ദേഹം 60 മിനിറ്റിലാണ് ഗോർഡനും സാക്കയും വരുന്നത്. അതിനുശേഷം കളി ഒന്നുകൂടി അങ്ങ് ചൂട് പിടിക്കുന്നുണ്ട്. അതുവരെ കംപ്ലീറ്റ്ലി കൃത്യമായിട്ട് ഇംഗ്ലണ്ട് താരങ്ങളെ ഔട്ട് ക്ലാസ് ചെയ്ത കോങ്കോ താരങ്ങൾക്ക് പിന്നീട് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. ആൻ്റണി ഗോർഡൻ്റെ ഗംഭീരമായ ക്രോസിൽ ഹാരി കെയിൻ ആദ്യ ഗോൾ നടന്നു. രണ്ടാമത്തെ ഗോൾ കെയിൻ്റെ മാത്രം ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ്. നമ്മൾ അതിൻ്റെ ഒരു ഹൈ ആംഗിൾ നോക്കുമ്പോൾ 4 പ്ലെയേഴ്സിൻ്റെ അവിടെ ആ 4 പ്ലെയേഴ്സിൻ്റെ ടൈറ്റ് മാർക്ക് അതിജീവിച്ചുകൊണ്ട് ഒരു അസാധ്യ ആംഗിളിൽ നിന്നാണ് ആ ഗോൾ അടിച്ച് കയറ്റുന്നത്. അതുവരെ ഗംഭീരമായിട്ടാണ് കോങ്കോ ഗോളി കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സംഭവം ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു ശരിക്കും ഒരു നമ്മൾ ഈ ബുള്ളറ്റ് എന്നൊക്കെ പറയുന്നൊരു സാധനം വരുന്നു. അങ്ങനെ 2-1 സ്കോറിന് കോങ്കോ പരാജയപ്പെടുകയാണ്. പക്ഷേ കോങ്കോ ഒരു ഗംഭീരമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ആഫ്രിക്കൻ എന്നല്ല, വേൾഡ് കപ്പിൽ വരുന്ന ഏത് ടീമായാലും ഇംഗ്ലണ്ട് പോലൊരു വൻ ശക്തികൾക്കെതിരെ കളിച്ച ഗംഭീരമായ കളി. പക്ഷേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ കളിയും വെച്ച് ഒരുപാടൊന്നും ഇംഗ്ലണ്ട് മുന്നോട്ട് പോവില്ല. ഇതിൽ ശരിക്കും കോങ്കോ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് ശരിക്കും ഇംഗ്ലണ്ടിനെ വിജയിപ്പിച്ചെന്ന് തോന്നുന്നു. കാരണം ഒരു ഘട്ടത്തിൽ ഒരു 80-75 മിനിറ്റ് വരെ കോങ്കോയുടെ കയ്യിൽ തന്നെയായിരുന്നു കളി. കോങ്കോ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കുള്ള അറ്റാക്ക്, ഇപ്പം ഹാരി കെയിൻ്റെ 2 ഗോളുകൾ എന്ന് പറയുമ്പോൾ 118 മത്സരങ്ങളിൽ നിന്നും 84 ഗോളുകൾ അദ്ദേഹം ഈ മത്സരത്തിൽ ഈ ടോട്ടൽ ഇംഗ്ലണ്ടിന് വേണ്ടി നേടിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ഓൾ ടൈം ഗോൾ സ്കോറർമാരിൽ മുന്നിൽ നിൽക്കുന്ന താരമാണ്. ഹാരി കെയിൻ ഇന്നലെ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഡൈവിൻ്റെ പേരിൽ ഒരുപാട് ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പെനാൽറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡൈവ് ആ സമയത്ത് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കഴിഞ്ഞ ദിവസം വൈറലായ ഒരു ഫോട്ടോ എന്നുള്ളത് ആൾക്കാരുടെ നടുക്ക് നിന്ന് ഹാരി കെയിൻ ഈ ഹൈഡ്രേഷൻ ബ്രേക്കിൻ്റെയൊക്കെ സമയത്ത്, ഈ ബ്രേക്കിൻ്റെ സമയത്ത് ഇംഗ്ലണ്ട് ടീം അംഗങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുന്ന, അവരോട് ആശയവിനിമയം നടത്തുന്ന ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ തന്നെ ഉണ്ട് ഒരു നായകൻ്റെ മികവ്. അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ നായകനാണ്. ഒരുപക്ഷെ ഇപ്പം ഗ്യാരി ലിനേക്കറിന് ശേഷം, സ്റ്റീവൻ ജെറാർഡിന് ശേഷമൊക്കെ, ഡേവിഡ് ബെക്കാമിന് ശേഷമൊക്കെ ഇംഗ്ലണ്ട് കണ്ട ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാൾ കൂടിയാണ്. 2018 ലോകകപ്പ് നമുക്കറിയാം, അന്ന് പനാമയ്ക്കെതിരെയുള്ള ഹാട്രിക്ക് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പം ഹാരി കെയിനിൽ ഇംഗ്ലണ്ട് അദ്ദേഹത്തിൻ്റെ ഗോളടി മികവിൽ ഇംഗ്ലണ്ട് കുറച്ചുകൂടി കൂടുതൽ റിലേ ചെയ്യുന്നു എന്നുള്ളത് പോലെയാണ് കാര്യങ്ങൾ. ഹാരി കെയിൻ ഇപ്പം ജയേഷ് പറഞ്ഞതുപോലെ ഇനിയുള്ള മത്സരങ്ങളിൽ ഈ കളി പോരാ ഇംഗ്ലണ്ടിന്.